അവരുടേതായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തരായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ്. സ്ത്രീകൾ ചേർന്ന് നിർമ്മിച്ച സ്വർണ്ണാഭരണങ്ങളുടെ പ്രകാശനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലിഷ ദീപക്, കൗൺസിലർ രേഷ്മ വിനോദ്, വിൻസ്മേര ജ്വൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൃഷ്ണൻ കാമ്പ്രത്ത്, വൈസ് ചെയർമാൻ അനിൽ കാമ്പ്രത്ത്, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് മനോജ് പി ബി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പരമ്പരാഗത ഡിസൈനായ ടർക്കിഷ് മോഡലിലാണ് ആഭരണങ്ങൾ നിർമ്മിച്ചത്. പ്രഥമ രൂപമായ ഡിസൈൻ തയ്യാറാക്കുന്നത് മുതൽ മോൾഡിംഗ്, ക്രാഫ്റ്റിംഗ്, പോളിഷിംഗ്, ക്വാളിറ്റി ഇൻസ്പെക്ഷൻ തുടങ്ങി ഫിനിഷിംഗ് വരെയുള്ള എല്ലാ സൂക്ഷ്മമായ ഘട്ടങ്ങളിലും സ്ത്രീകൾ മാത്രം ചേർന്നാണ് ആഭരണങ്ങൾ നിർമ്മിച്ചത്. ആഭരണ നിർമ്മാണത്തിൽ പങ്കെടുത്ത വനിതാ ജീവനക്കാരെ മെമന്റോ നൽകി ആദരിച്ചു. പ്രൊഡക്ഷൻ മാനേജർ പ്രിജീഷ് ആഭരണത്തെക്കുറിച്ചുള്ള വിശദീകരണം നൽകി. വിൻസ്മേരയുടെ കണ്ണൂരിലെ ആഭരണ നിർമ്മാണ ഫാക്ടറിയിൽ 300-ലധികം വിദഗ്ധ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. കൂടാതെ UAEയിൽ 500-ലധികം ജീവനക്കാർ വിൻസ്മേരയുടെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നു. സ്ത്രീ ശാക്തീകരണവും പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ രീതികളും ഒത്തൊരുമിപ്പിച്ച് ആഭരണ നിർമ്മാണ രംഗത്ത് പുതിയൊരു മാതൃകയാണ് വിൻസ്മേര സൃഷ്ടിക്കുന്നത്.